ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഷിപ്പാസ് വേൾഡ്. നമുക്കിന്ന് വയമ്പ് മുളേശം വെച്ചാലോ? അതിനു വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വയമ്പ് നമുക്ക് തേങ്ങ അരച്ചും ചാറ് വെക്കാം, അല്ലാതെയും പീര വെക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മളിത് മുളേശനാണ് വെക്കുന്നത്. അപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നല്ല മഴയായത് കാരണം എല്ലായിടത്തും ഇഷ്ടം പോലെ ആറ്റുമീൻ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കും കിട്ടി വയമ്പ്. അപ്പം അതൊന്ന് മുളേശം വെക്കുക. നമ്മൾ തക്കാളി വഴന്ന് വരുമ്പോൾ അതിനകത്ത് ശകലം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതൊന്ന് പേസ്റ്റ് പരുവത്തിലാകുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അത് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കണം വെള്ളം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് വയമ്പ് ചേർക്കണം. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസോ ഒന്നും വേണ്ട. നമ്മൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതിന് പറ്റിയ ഒരു കറിയാണ് നമ്മളെ വയമ്പ് മുളേശൻ. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം വയമ്പിട്ടതിന് ശേഷം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഈ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതായിട്ട് തിളച്ച് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് കടുകല്ല ഉലുവ താളിക്കാം. ശകലം 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഉലുവ ഒന്ന് പൊട്ടി കളർ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.